എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഇന്ന് രാവിലെ നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുന്ന കേട്ടോ പുറത്ത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ. പക്ഷേ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോകാൻ പോണേന്നൊക്കെ പറഞ്ഞ അമ്മയും കണ്ണനും ശ്രുതിയും പോകാൻ പോണേന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് എല്ലാവരെയും പിടിച്ച് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഒരു ദിവസം കൂടി അവരിവിടെ നിന്ന് നമ്മുടെ പുതിയ ബെഡിലൊക്കെ കിടന്ന് രാത്രി കിടന്നിട്ടൊക്കെയാണ് അവർ പോണത്. പുതിയ ബെഡില് കുറച്ചു നേരം കിടക്കാനല്ലേ കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇല്ല, എല്ലാവരും കൂടി ഇന്നലെ രാത്രി നല്ല അടിച്ച് പൊളിച്ച് നല്ല രസമായിരുന്നു ഇന്നലെ രാത്രി. അപ്പം ഇന്ന് രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവർ പോകാൻ പോണേ, ഇന്നിപ്പോൾ അവർ ശരിക്കും പോകാൻ പോണേന്നും പറഞ്ഞ് അവിടെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. അമ്മ അവിടെ റെഡി ആവുന്നുണ്ട്. ശ്രുതിയും സുധുവും കണ്ണനും എന്താണ് ചെയ്യണമെന്ന് കാണിച്ച ഭയങ്കര പണിയിലാണ്. അവർ പോണ കാരണമേ ഭയങ്കര പാക്കിങ്ങിലാണ്. അവർ എന്താണ് പോണ കാരണം ചെയ്യണേ കേട്ടാ. പോണ കാരണം പാക്കിംഗ് ആണ്. വിഷമത്തിൽ കുറച്ചു നേരം ലുഡോ കളിക്കാൻ തീരുമാനിച്ചല്ലേ സുധു? വീഡിയോ ഒക്കെ ഉണ്ട് ചേച്ചി കളി. അതെ, അമ്മ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അമ്മ റെഡിയായി. അമ്മ പറഞ്ഞു ഞാൻ പോവേണ്, നിങ്ങൾ ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് മൂന്നുപേരും പോവാൻ പോണേ കേട്ടാ. പോവാൻ പോണുള്ള ഞാനും അതേട്ടാ, ഞാനും പോവാനായിട്ട് റെഡി ആയിക്കന്തേ. നിങ്ങളൊന്ന് നോക്കോ? നല്ല മഴയാണ് പുറത്ത്. അതെ, അവധി ആയതുകൊണ്ട് ഇന്ന് എല്ലാരും കൂടി ഒരു ദിവസം കൂടി നമുക്ക് കിട്ടിയല്ലേ. 4 ദിവസം ശനി ഞായർ. നാളെ അവധിയാടാ. നാളെ ഇല്ല, നാളെ മുഹറം ആണോ? ബുധനും ഇല്ലേ? എന്റെ ദൈവമേ, മറ്റെന്തേലും ഇല്ലേ മേ? ആണാ? ശരി, 17-ാം തീയതി പരീക്ഷയാണ്. അപ്പൊ ദേ ഇവര് പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നെയാണ് എപ്പോഴും എല്ലാവരും കുറ്റം പറയണത്. ഞാൻ കുറേ എവിടെ ആരുമില്ല അമ്മേ. എല്ലാവരും എപ്പോഴും കുറേ സാധനങ്ങൾ ഞാനാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ശ്രുതിയുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദേ ഞങ്ങളിവിടെ ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ കുറച്ച് സാധനങ്ങളുള്ളൂ, നമ്മുടെ കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അവർ പോകണ കാരണം ഭയങ്കര വിഷമമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നല്ല രസമായിരുന്നില്ല, എല്ലാവരും കൂടി നല്ല ഒച്ചപ്പാട് ബഹളവും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ഞാനിപ്പോഴത്തെ ജോലിക്ക് പോകാൻ പോകണേട്ടെ. ഇനിയിപ്പോൾ ഇനി വൈകുന്നേരം വരുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. വീട്ടിലോട്ട് വരുമ്പോൾ കുഞ്ചേട്ടനും പോകുന്നു എന്നാൽ ധാരണ ഒരു രസം ഉണ്ടാവില്ല. എവിടാ അമ്മ? നിങ്ങളുണ്ട് കിട്ടിയത് കൊടുത്ത് കയ്യിലിട്ടതാണ്. അപ്പോഴാണ് ഓർത്ത അമ്മ ഞാൻ മേച്ചാളാണ്. ഇന്നിപ്പിനി വൈകുന്നേരം ഞങ്ങൾ ഭയങ്കര ഇതായിരിക്കുള്ളൂ. അതെ, ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് അടച്ചു പോകും. വൈകുന്നേരം വരും നിങ്ങൾ? അമ്മയൊക്കെ വരും. ഒരു ദിവസം കൂടി ചേട്ടനോട് നിൽക്കണ്ടോ കേട്ട്. വൈകുന്നേരം ഭയങ്കര ഷോക്കൂരിക്കൂടെ. എന്താന്ന് വെച്ചാൽ ഇനി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോ ആരുമില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ആള് പോകുമ്പോ ഇപ്പൊ ഞാനിപ്പോ പോകാൻ പോണേട്ടോ ജോലിക്ക്. ഇപ്പൊ 10 മണിയായിട്ടാ. എനിക്ക് 9:15 കയറേണ്ടത്. പക്ഷേ ഇന്നിപ്പോ ഇത്തിരി വൈകി പോകാൻ തരുന്നു. അപ്പം ഇനി ചായ കുടിക്കണം. ചായക്ക് ഇന്ന് നമുക്ക് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയേക്കണം. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞാനിപ്പോൾ പോവും. ബാക്കി അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള കടയായത് ഭാഗ്യമായി. അല്ലെങ്കിൽ എൻ്റെ പണി എപ്പോൾ പോയെന്ന് കരുതിയാൽ മതി. അപ്പം ഞാനിപ്പോൾ പോവും. ഇനി അമ്മയും കണ്ണനും ശ്രുതിയൊക്കെ പോണത്. സുധപ്പനായിരിക്കും ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവർ 2 അച്ഛനും മുന്നോട്ട് വീഡിയോ ഒക്കെ എടുക്കും. ബാക്കി വിശേഷമൊക്കെ ബാക്കി വൈകുന്നേരം വന്നിട്ടായിരിക്കുള്ളൂ നമ്മൾ വീഡിയോ നിർത്താൻ പോണതല്ലേ. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്ന് നിന്ന്. അതെ, ഞങ്ങൾക്ക് ഇന്ന് ഒഴിവായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇന്നലെ രാത്രി പോവാന്നൊക്കെ തീരുമാനിച്ച് നിൽക്കണായിരുന്നു. പക്ഷെ ഇന്ന് ഒഴിവായത് ഞങ്ങളുടെ ഭാഗ്യം. നാളെയും ഒഴിവാണ്. അമ്മ ഒന്ന് മനസ്സുവെച്ചാ ആ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് വൈകുന്നേരം പറ്റണേ വന്നോട്ടാ. ഹലോ, പോയി നല്ല തകൃതിയായ കളി നടന്നുകൊണ്ടിരിക്കണം. വൈകുന്നേരം വരുമോ? വൈകുന്നേരം എന്നാ ഇന്ന് നാളെ വന്നോട്ടാ. അത് ഞങ്ങളെ പാവം വീടും എല്ലാം കൂടെ ഒറ്റയ്ക്കിരിക്കണ വണ്ടികളെല്ലാം
ചായ കുടിച്ചിട്ടോ. അപ്പൊ അതെ ഇനി നിങ്ങൾ പോണ വിശേഷങ്ങളൊക്കെ നമ്മൾ സുതപ്പനായിരിക്കും എടുക്കാൻ പോണ. ഞാൻ പോണ്. അപ്പൊ നമുക്കിനി അടുത്തടുത്ത ദിവസങ്ങളിൽ കാണാം അല്ലേ? അപ്പൊ ഞാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സുധു. ഹലോ. അപ്പൊ ഞാൻ പോവാൻ പോണേട്ടോ. ഇവരും എല്ലാവരും റെഡി ആയൊക്കെ നിൽക്കണേണ്. ഞാൻ പോവാൻ സമയം വൈകുന്നോണ്ട് എന്നെ എല്ലാരും ഓടിക്കണം. ഓടി ഓടി എന്ന് പറഞ്ഞോണ്ട് ഞാൻ പോവേണ്. അപ്പൊ ഇനി ബാക്കി വീഡിയോ ഒക്കെ സുഖത്തിന് എടുക്കാം. പോകാൻ പോണു ഞങ്ങൾ പോകാൻ പോണെന്നൊക്കെ പറഞ്ഞാൽ തണ്ട് ഗൾഫിൽ പോകുമ്പോൾ ചിലപ്പോ വൈകുന്നേരം തന്നെ ഞങ്ങൾ ഒന്നിലും ഇങ്ങാടി അങ്ങ് വരും, ഞാൻ ഇവരങ്ങാട് വരും. വിഷമായ പാട്ടൊക്കെ പാടിയപ്പാ കൊണ്ടാണ് അറിയണം. അപ്പൊ അതേ മാമനും അമ്മാമി ശ്രീചേച്ചിക്ക് പോവേണ്ട അല്ലേ? ഇറങ്ങാൻ പോവേണ്ടത് ഞങ്ങൾ വരാൻ വൈകുന്നേരം. നല്ല മഴയാണ്. ഒരു കോട്ടുള്ളൂ ഞങ്ങളുടെ അടുത്ത്. സാധനങ്ങളൊക്കെ ആക്കി പാക്ക് ചെയ്ത് വണ്ടിയിൽ അതൊക്കെ കയറ്റി ഇനി കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ ഒക്കെ ആയിട്ട് പോവാൻ പോവുകയാണ്. മഴ നനഞ്ഞു പോവാൻ പോവുകയാണ്. ഫോണുകൾ എടുക്കണം. അപ്പൊ അതേ അമ്മ അവിടെ വണ്ടി പാലത്തിന്റെ അപ്പുറത്ത് വെച്ചെടുക്കാൻ പോകും. സംഭവം നമ്മുടെ വണ്ടി അപ്പുറത്തേക്ക് ആക്കി കൊടുക്കണം. എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന്റെ പുറകെ ഞങ്ങൾ പോകും. സംഭവം വെച്ചാല് അവിടെ തോടാണ്. ഈ കുറച്ച് ലഗേജ് കൂടി കയറാണ്ട് അതൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഹലോ. അപ്പൊ ദേ അവര് പോയ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? സുധുവാണിട്ട ലാസ്റ്റ് ഭാഗമൊക്കെ വീഡിയോ എടുത്തത്. ഞാൻ കടയിലായിരുന്നു. അപ്പം അവർ പോയി. ആളും ബഹളവും ഒച്ചപ്പാടും എല്ലാം ഒരാഴ്ച നല്ല രസമായിരുന്നു. ഇപ്പം വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ആയല്ലേ. ഇന്നിപ്പോൾ വൈകുന്നേരം സുനിച്ചേട്ടൻ വരുവട്ടാ. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഇന്ന് പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കണത് കേട്ടാ. ഇന്നലെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. മഴയും പിന്നെ അതുപോലെ ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇത്രയും ദിവസം നമ്മളെല്ലാവരും കൂടി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ മാത്രമാകുമ്പോൾ ഉള്ളൊരു വിഷമമൊക്കെ ആയിരുന്നു. എൻ്റെ കണ്ണിലൊന്നും പോയില്ല. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ദേ രാവിലെ തന്നെ ഞങ്ങൾ പതിവ് പോലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. ഇന്നിപ്പോൾ കർക്കിടകം 1 കേട്ടോ. കർക്കിടകം 1 അമ്പലത്തിൽ പോയി ഞങ്ങൾ മുക്കുറ്റിയൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മുക്കുറ്റി പച്ച മഞ്ഞ അപ്പൊ ലൈറ്റ് പോലെയൊക്കെ ഞാൻ തൊട്ട് വെച്ചേക്കണം അമ്പലത്തിൽ. അപ്പൊ അങ്ങനെ ഇരുന്ന്. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തില്ല. അപ്പൊ ഭയങ്കര സാഡടിച്ചൊക്കെ ഇരിക്കണായിരുന്നു. അവിടെയാണെങ്കിലും അമ്മയും കണ്ണനാണെങ്കിലും ഭയങ്കര വിഷമിച്ചല്ല ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നായിരുന്നു. ഇവിടെ ആത്തോ മനക്കോ ഒച്ചോ ഒന്നും ഇല്ലടി, അവളും പോയല്ല, അവൾ പോയതൊക്കെ കണ്ടില്ല എല്ലാവരും. അപ്പം അതൊക്കെ ഇരുന്ന് നമ്മുടെ വിശേഷങ്ങൾ. ഇത്രയും ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച്. ഇനിയിപ്പോൾ അവരിടക്കിടക്ക് വരുമ്പോൾ അവരെ കാണിച്ചു തരാം. ഞാൻ കടക്കരയിലോട്ട് പോകും. അങ്ങനെ വിശേഷങ്ങളാണ്. ഇന്നലെ എനിക്ക് സുനിച്ചേട്ടനെ അമ്പലത്തിൽ കയറണോട്ട് നിന്ന് 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ പോകാൻ പറ്റൂലായിരുന്നു. രാത്രി തന്നെ പോയി. പിന്നെ ഇന്നലെ എന്തു മഴയായിരുന്നല്ലോ, എല്ലായിടത്തും നല്ല മഴയായിരുന്നല്ലോ. അതിന്ന് കറണ്ടും ഉണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ശോകം മൂകുമായിരുന്നു. അതേ പിന്നെ ഭയങ്കര കാറ്റ്. ഞങ്ങൾ അത് കാരണം വേഗം ഇന്നലെ കിടന്നെന്താന്ന് വെച്ചാൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. വേഗം ചോറും കഴിച്ച് വേഗം തന്നെ വന്ന് കിടന്ന്. അപ്പം എന്നിട്ട് ഇന്ന് രാവിലെ ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി. കൊടുങ്ങല്ലൂർ പോയി തൊഴുത് വന്ന് അമ്മേനെ വിളിച്ച് അവിടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ. ഇവിടെ നിന്ന് രാവിലെ ചായക്ക് അപ്പവും കടലക്കറിയുമാണ് കേട്ടോ. പിന്നെ ചോറ് വെച്ച് ചെമ്മീൻ റെഡിയാക്കി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോലിക്ക് പോവാൻ 2 റീൽസ് എടുക്കാനുണ്ട്. 2 റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ജോലിക്ക് പോകും. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. ഉച്ചിരിഞ്ഞ് സുനിച്ചേട്ടനും വരും. ബാക്കിയുള്ള നമ്മുടെ നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.